ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാന പദവികൾ വഹിക്കുന്ന വ്യക്തികളെക്കുറിച്ച് പരിചയപ്പെടുകയാണ്. അപ്പം ആ പദവികളിൽ നമ്മൾക്ക് ആദ്യം അറിയാവുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം പരിചയപ്പെടുന്നത്. ആദ്യം തന്നെ നോക്കാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന രീതിയിൽ എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് നരേന്ദ്രമോദിയാണ്. അതായത് 18ാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയാണ്. അതേപോലെ തന്നെ 2014 മെയ് 26 മുതലാണ് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 18ാമത് പ്രധാനമന്ത്രി എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി. അടുത്ത പോയിന്റ് അറിയാവുന്ന കാര്യം തന്നെയാണ്. രാഷ്ട്രപതി. നമ്മുടെ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. 15ാമത് രാഷ്ട്രപതി ആര് എന്ന രീതി ചോദിക്കുകയാണെങ്കിൽ ദ്രൗപദി മുർമു 15ാമത് രാഷ്ട്രപതി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ് ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതി, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഇപ്പോൾ ജഗദീപ് ധൻഖർ ആണ്. 14ാമത് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. 14ാമത് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. അടുത്ത പോയിന്റ് നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയർമാൻ എന്ന രീതിയിൽ നീതി ആയോഗ് ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. അപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് നീതി ആയോഗ് ചെയർമാൻ. അടുത്ത കാര്യം, നീതി ആയോഗ് വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുമൻ കെ ബെറി. സുമൻ കെ ബെറി ആണ് നീതി ആയോഗ് വൈസ് ചെയർമാൻ. നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ കെ ബെറി. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നീതി ആയോഗ് സിഇഒ. നീതി ആയോഗ് സിഇഒ BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗ് സിഇഒ. അടുത്ത കാര്യം ലോകസഭയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ലോകസഭയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ലോകസഭാ പ്രതിപക്ഷ നേതാവ് ആരാണ്? ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ലോകസഭാ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ആലോചിച്ച് വെക്കാം. അതേപോലെ തന്നെ ലോകസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തി ഓം ബിർള. ഓക്കെ, ലോകസഭാ സ്പീക്കറാണ് ഓം ബിർള. അടുത്ത കാര്യം, ലോകസഭ പ്രോടൈം സ്പീക്കർ എന്ന പദവി ആ സമയത്ത് ഭർത്തഹരി മെഹ്താബാണ് വഹിച്ചിട്ടുള്ളത്. ലോകസഭ പ്രോടൈം സ്പീക്കർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭർത്തഹരി മെഹ്താബ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് ലോകസഭ സെക്രട്ടറി ജനറൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്പൽ കുമാർ സിംഗ്. ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ് ലോകസഭ സെക്രട്ടറി ജനറൽ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സ്പീക്കർ ഓം ബിർള, പ്രോട്ടം സ്പീക്കർ ഭർത്തഹരി മെഹ്താബ്, സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. അടുത്ത പോയിന്റ് രാജ്യസഭയായിട്ട് ബന്ധപ്പെട്ട് രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ഉപരാഷ്ട്രപതി ആയിരിക്കും. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആണ്. അദ്ദേഹമാണ് രാജ്യസഭയുടെ ചെയർമാൻ. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ നാരായണ സിംഗ് ആണ് ഡെപ്യൂട്ടി ചെയർമാൻ. അടുത്ത കാര്യം, രാജ്യസഭാ സെക്രട്ടറി ജനറലായിട്ട് പ്രമോദ് ചന്ദ്ര മോദിയാണ് നിലവിലുള്ളത്. രാജ്യസഭാ സെക്രട്ടറി ജനറലാണ് പ്രമോദ് ചന്ദ്ര മോദി. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മല്ലികാർജുന ഖാർഗെ ആണ് രാജ്യസഭ പ്രതിപക്ഷ നേതാവ്. അടുത്ത പോയിന്റ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അല്ലെങ്കിൽ 5ാമത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന രീതി ചോദിക്കുകയാണെങ്കിൽ അജിത് ഡോവൽ. നിലവിൽ അജിത് ഡോവലാണ് 5ാമത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ. അടുത്ത പോയിന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. 2024 നവംബർ 11 അധികാരമേൽക്കുന്നത്. അതിനു മുമ്പ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡായിരുന്നു. ഓക്കെ, അതായത് DY ചന്ദ്രചൂഡ് 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ചോദിച്ചിട്ടുണ്ട്. അതായത് DY എന്നതിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ്. ഇപ്പോൾ 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് സഞ്ജീവ് ഖന്ന. 2024 നവംബർ 11 അധികാരമേൽക്കുന്നത്.
ഓക്കെ. 2022 നവംബർ 9 മുതൽ 2024 നവംബർ 10 വരെ ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ് ആയിരുന്നു ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അടുത്ത പോയിന്റ്, കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന രീതി ചോദിക്കുകയാണെങ്കിൽ രാജീവ് കുമാർ ആണ്. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഓക്കെ. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 3 അംഗങ്ങളാണ് ഉണ്ടാവുക. അതിൽ മറ്റു 2 അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SS സന്ധു ആൻഡ് ഗ്യാനേഷ് കുമാറാണ്. 3 അംഗങ്ങൾ ഉണ്ടാവും. അതിൽ ചെയർമാനായിട്ട് അല്ലെങ്കിൽ കമ്മീഷണറായിട്ട് രാജീവ് കുമാർ, മറ്റംഗങ്ങൾ SS സന്ധു ആൻഡ് ഗ്യാനേഷ് കുമാർ. അടുത്ത കാര്യം, ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗിരിയാണ്. 16ാമത് ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗിരിയ. ഒരുപക്ഷെ നിലവിലെ അല്ലെങ്കിൽ 16ാമത്തത് എന്ന രീതി ചോദിക്കാം. 16ാമത് ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗിരിയ. ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ, ഇൻഫർമേഷൻ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയ. ഓക്കെ, ഹീരാലാൽ സമരിയ. 12ാമത് ദേശീയ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, ചെയർമാനായിട്ട് നിയമിതരായിട്ടുള്ളത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ 9ാമത് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന രീതി ചോദിക്കുകയാണെങ്കിലും നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് ചോദിക്കുകയാണെങ്കിലും ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. അടുത്ത പോയിന്റ്, വനിതാ കമ്മീഷൻ ചെയർമാൻ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ, ചെയർമാൻ എന്ന രീതിയിലല്ല, ചെയർപേഴ്സൺ എന്ന രീതിയിലായിരിക്കും ഒരുപക്ഷെ ചോദിക്കുക. ആ രീതിയിൽ വിജയകിഷോർ രഹത്കർ ആണ്. 9ാമത് വനിതാ കമ്മീഷൻ ചെയർമാനാണ് വിജയ കിഷോർ രഹത്കർ. 8ാമതായിട്ട് രേഖാ ശർമ്മയുടെ ഒഴിവിലേക്കാണ് കിഷോർ കുമാർ രഹത്കർ 9ാമതായിട്ട് ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതയായിട്ടുള്ളത്, അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായിട്ടുള്ളത്. അടുത്ത പോയിന്റ് ഇതാണ്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. അടുത്ത പോയിന്റ്, പട്ടികജാതി പട്ടികവർഗ കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് പോയിന്റ്, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടികജാതി കമ്മീഷൻ കിഷോർ മക്വാനയാണ് പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. അതേപോലെ തന്നെ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. അടുത്ത പോയിന്റ്, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗറാം അഹിറാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗറാം അഹിറാണ് നിലവിലെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ. അടുത്ത പോയിന്റ്, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിലവിലുള്ളത് പ്രിയങ്ക കനുങ്കയാണ്. ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചെയർമാൻ കമലേഷ് കുമാർ പാണ്ഡെയാണ് നിലവിൽ ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചെയർമാനായി നിലവിലുള്ളത്. അടുത്ത പോയിന്റ്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഓക്കെ, CVC പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് CVC ചെയർമാൻ. ഓക്കെ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ. UPSC ചെയർമാൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെ. അപ്പോൾ UPSC ചെയർമാൻ പ്രീതി സുധനാണ് നിലവിലെ UPSC ചെയർമാൻ. അടുത്തത് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. നിലവിലെ CAG K സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ISRO അല്ലെങ്കിൽ ഇസ്രോ ചെയർമാൻ അല്ലെങ്കിൽ ISRO ചെയർമാൻ S സോമനാഥാണ്
10ാമത്തെ ISRO ചെയർമാനാണ് എസ് സോമനാഥ് 10ാമത്തെ ISRO ചെയർമാൻ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, RBI ഗവർണർ. നിലവിലെ RBI ഗവർണർ 26ാമത് RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്രയാണ് 26ാമത് അല്ലെങ്കിൽ നിലവിലെ RBI ഗവർണർ. മുമ്പ് 25ാമതായിട്ട് ശക്തികാന്ത് ദാസ് ആയിരുന്നു RBI ഗവർണർ. ആ സ്ഥാനത്തേക്കാണ് സഞ്ജയ് മൽഹോത്ര 26ാമതായിട്ട് RBI ഗവർണർ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. അടുത്ത UGC ചെയർമാനായിട്ട് നിലവിൽ വന്നിട്ടുള്ളത് M ജഗദീഷ് കുമാറാണ്. M ജഗദീഷ് കുമാറാണ് UGC ചെയർമാൻ. അടുത്ത പോയിന്റ്, കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആയിട്ട് നിലവിലുള്ളത് രാജേഷ് കുമാർ സിംഗ് ആണ്. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. അടുത്ത പോയിന്റ്, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അധ്യക്ഷൻ കേരളത്തിൽ നിന്നുള്ള MP ആണല്ലേ, KC വേണുഗോപാലാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അധ്യക്ഷൻ. PSC പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? KC വേണുഗോപാൽ. കേന്ദ്ര ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ആയിട്ട് നിലവിലുള്ളത് പുണ്യ സലില ശ്രീവാസ്തവയാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് സെക്രട്ടറി. NST ഡയറക്ടർ ജനറൽ എന്ന രീതിയിൽ പദവിയിൽ നിലവിലുള്ളത് B ശ്രീനിവാസ് ആണ് NST ഡയറക്ടർ ജനറൽ. അടുത്തത് CISF ഡയറക്ടർ ജനറൽ ആയിട്ട് നിലവിലുള്ളത് രജ്വിന്ദർ സിംഗ് ഭട്ടിയാണ് നിലവിലെ CISF ജനറൽ. ഓക്കെ, അപ്പം കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇന്ത്യയിലെ പ്രധാന പദവികളിൽ ആരൊക്കെ എന്നാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. കൃത്യമായിട്ട് ഓരോ വ്യക്തിയുടെയും ചിത്രം നിങ്ങളെ മുന്നിൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. കൃത്യമായിട്ട് ആ പിക്ചറുകളൊന്ന് മനസ്സിലേക്ക് പതിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ആ മുഖം മനസ്സിലേക്ക് കയറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വാർത്തകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വായിച്ചെടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളിൽ ആരൊക്കെയാണ് പ്രധാന പദവികളുള്ളത് എന്ന കാര്യം കൃത്യമായിട്ട് അവിടെ മനസ്സിൽ നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ചിത്രങ്ങൾ കൃത്യമായിട്ട് കാണിച്ചു തന്നുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്